18,000 അടി മുകളിൽ -20 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്ന, ശ്വസിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടേറിയ, ഒരു ബുള്ളറ്റിന്റെ ശബ്ദം പോലും എൻറ്റയർ വാലികളിലും പ്രതിധ്വനിക്കുന്ന ഹിമാലയൻ മലനിരകളിൽ ശത്രുവിന്റെ വെടിയുണ്ടകളെ പോലും വകവയ്ക്കാതെ ഇന്ത്യൻ പട്ടാളക്കാർ നടന്നു നീങ്ങിയത് ഒരു ചരിത്രത്തിലേക്കാണ്. അത് മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്താനായിരുന്നില്ല, കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുമായിരുന്നില്ല, ഇന്ത്യയുടേതായ ഓരോ ഭൂമിയും വീണ്ടെടുക്കാനായിരുന്നു. ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് കാർഗിൽ വാർ, എ സ്റ്റോറി ഓഫ് ബിട്രയൽ, എ സ്റ്റോറി ഓഫ് ഇംപോസിബിൾ കറേജ്, എ സ്റ്റോറി ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ ഫോർ എവർ. വർഷം 1998. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ പരീക്ഷണങ്ങൾ നടത്തി നിൽക്കുന്ന കാലഘട്ടം. ആണവായുധ ശക്തികളായതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് വലിയ വിനാശത്തിലേക്ക് കൊണ്ടെത്തിക്കാമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ഈ ഒരു സംഘർഷ അവസ്ഥയിൽ പോലും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. സമാധാനം ഇനിയും സാധ്യമാണ് എന്ന വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒരു ബസ് യാത്ര നടത്തി. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ ലാഹോറിൽ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫും ഉണ്ടായിരുന്നു. ദ ഫേമസ് ഡൽഹി ലാഹോർ ബസ് സർവീസ് ലേറ്റർ ബിക്കെയിം ദ സിംബൽ ഓഫ് ഹോപ്പ്. അന്നത്തെ പത്രമാധ്യമങ്ങൾ ഇതിനെ ഒരു പുതിയ തുടക്കമെന്നാണ് വിശേഷിപ്പിച്ചത്. താമസിയാതെ ഇന്ത്യയും പാകിസ്ഥാനും ലാഹോർ ഡിക്ലറേഷൻ ഒപ്പുവെച്ചു. 50-ലേറെ വർഷമായി ഉണ്ടായിരുന്ന ശത്രുതയ്ക്ക് വിരാമമായി എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തികച്ചും വ്യത്യസ്തമായൊരു പദ്ധതി രൂപം കൊണ്ടുവരികയായിരുന്നു. അതീവ രഹസ്യമായൊരു പദ്ധതി. അന്നത്തെ പാകിസ്ഥാന്റെ സ്വന്തം സിവിലിയൻ സർക്കാരിന് പോലും ഈ പദ്ധതിയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ആൻഡ് ഇതിന്റെ സൂത്രധാരനാണെങ്കിലോ അന്നത്തെ പാകിസ്ഥാൻ ജനറലായിരുന്ന പർവേസ് മുഷറഫും. മുഷറഫിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ലാഹോർ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഇന്ത്യ നോട്ടീസ് ചെയ്യാത്ത സമയത്ത് കാർഗിൽ എന്ന് പറയുന്ന പ്രദേശം ഒക്കുപ്പൈ ചെയ്യുക. വൈ കാർഗിൽ? ലോകത്തിലെ ഏറ്റവും ഹാർഷ് ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന റീജിയൻസിൽ ഒന്നാണ് കാർഗിൽ. ശൈത്യകാലത്ത് അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാവുന്ന സമയങ്ങളിൽ ഓരോ മിലിറ്ററി പോസ്റ്റുകളിലും എത്തുക എന്നുള്ളത് അസാധ്യമാണ്. 1972 ഷിംല കരാർ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും LOC അഥവാ ലൈൻ ഓഫ് കൺട്രോൾ അംഗീകരിച്ചിരുന്നു. ശൈത്യകാലം വരുന്ന സമയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഉയർന്ന പോസ്റ്റുകളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കും. മഞ്ഞുരുകിക്കഴിഞ്ഞാൽ തിരികെ ആ പ്രദേശങ്ങൾ റീഒക്കുപ്പൈ ചെയ്യും. ഇതായിരുന്നു സാഹചര്യം. ബട്ട് ദിസ് സിറ്റുവേഷൻ വാസ് യൂട്ടിലൈസ്ഡ് ബൈ പാകിസ്ഥാൻ. 1999 തുടക്കത്തിൽ പാകിസ്ഥാൻ സൈന്യം ഈ കരാർ ലംഘിച്ചു. കാർഗിൽ ജില്ലയിലെ ടൊളോളിംഗ്, ടൈഗർ ഹിൽ, ബറ്റാലിക് സെക്ടറുകളിലെ ഇന്ത്യൻ പോസ്റ്റുകൾ അവർ രഹസ്യമായി കൈയടക്കി. അവരുടെ ലക്ഷ്യമോ ശ്രീനഗറിനെ ലേയുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 1A വിച്ഛേദിക്കുക, അതുവഴി ലഡാക്കിനെ ഇന്ത്യയിൽ നിന്നും ഒറ്റപ്പെടുത്തുക. അതായിരുന്നു അവരുടെ ലക്ഷ്യം. മെയ് 1999 പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചില നുഴഞ്ഞുകയറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസിയായ താഷി നംഗ്യാൽ എന്ന ആട്ടിടയൻ ഉടൻ തന്നെ ഈ വിവരം ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചു. ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് സംഘങ്ങളെ അയച്ചു. 4th ജാട്ട് റെജിമെന്റിലെ 22 വയസ്സുകാരനായ സൗരഭ് കാലി നയിച്ച പെട്രോളിംഗ് സംഘത്തെ ബജ്റാങ് പോസ്റ്റ് സമീപത്ത് വെച്ച് പാകിസ്ഥാൻ സൈന്യം പിടികൂടി. യുദ്ധ തടവുകാരോട് മാന്യമായി പെരുമാറണമെന്ന ജനീവ കൺവെൻഷൻ ബ്ലേറ്റന്റായി വയലേറ്റ് ചെയ്തായിരുന്നു അന്ന് പാകിസ്ഥാൻ സൈന്യം സൗരഭ് കാലിയും സംഘത്തെയും 22 ദിവസം ക്രൂരമായി പീഡിപ്പിച്ചത്. ജൂൺ 9 അവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യക്ക് കൈമാറി. പക്ഷേ ഇന്ത്യ ഏറ്റുവാങ്ങിയത് മനുഷ്യത്വത്തെ പോലും വെല്ലുവിളിച്ച ക്രൂരതയുടെ തെളിവുകളെയായിരുന്നു. ഇന്ത്യ ചോസ് ടു ഫൈറ്റ് ആൻഡ് ദ മിഷൻ വാസ് നെയിംഡ് ഓപ്പറേഷൻ വിജയ്. കൊടുമുടികൾ കൈയടക്കിയിരുന്ന പാകിസ്ഥാൻ സൈനികരിലേക്ക് എത്താനായിട്ട് ഇന്ത്യൻ പട്ടാളക്കാർക്ക് വളരെ കുത്തനെയുള്ള മലനിരകൾ കയറേണ്ടി വന്നു. അതും പലപ്പോഴും രാത്രികളിൽ. 40% മാത്രം താഴെ ഓക്സിജനുള്ള, ഒരു മരമോ മറയോ ഇല്ലാത്ത കാർഗിലിന്റെ ഭൂപ്രകൃതിയും ഈ ഒരു മുന്നേറ്റത്തെ അതികഠിനമാക്കി. അതുപോലും വകവയ്ക്കാതെ മണിക്കൂറുകളോളമുള്ള മലകയറ്റത്തിന് ശേഷം ഉടൻ തന്നെ യുദ്ധം ആരംഭിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായി. ശത്രു ബങ്കറുകൾ എത്തുന്നതിന് മുൻപ് തന്നെ പല സൈനികരും വീരമൃത്യു വരിച്ചു. എന്നിട്ടും അവർ ആ കയറ്റം തുടർന്നു. പിന്നീട് ഓപ്പറേഷൻ സഫേർ സാഗർ എന്ന പേരിൽ ഇന്ത്യൻ എയർഫോഴ്സും ഈ യുദ്ധത്തിന്റെ ഭാഗമായി. മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ ഓരോ ബങ്കറുകളും വളരെ കൃത്യതയോടുകൂടി തകർത്തു. ഇതിനൊപ്പം തന്നെ ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ തീരുമാനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇന്ത്യൻ വ്യോമസേന നിയന്ത്രണ രേഖ കടക്കില്ല. ഇത് കുറെ കൂടി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. ഇതിനോടകം ലോകത്തിന് മുന്നിൽ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം വന്നു തുടങ്ങിയിരുന്നു. ആരാണ് പ്രതിരോധിച്ചതെന്നും ആരാണ് കരാർ ലംഘിച്ചതെന്നും.
കാർഗിൽ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നേറ്റങ്ങൾ. ബാറ്റിൽ ഓഫ് ടൊളോളിംഗ്. ജൂൺ 13 ടൊളോളിംഗ് റീജിയൻ ഇന്ത്യ തിരിച്ചുപിടിച്ചു. ഇത് കാർഗിൽ യുദ്ധത്തിലെ വലിയൊരു വഴിത്തിരിവായി. Every war has one battle that defines it. For Kargil, it was the second, that is the Battle of Tiger Hill. പാകിസ്ഥാൻ ടൈഗർ ഹിൽ നിയന്ത്രിക്കുന്നിടത്തോളം കാലം നാഷണൽ ഹൈവേ 1 ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ 1999 ജൂലൈ 3 ഇന്ത്യ ഈ ടൊളോളിംഗ് റീജിയൻ ആക്രമിക്കാൻ തയ്യാറായി. ജൂലൈ 4 പകലും രാത്രിയും അതിശൈത്യത്തെയും ശത്രുവിന്റെ വെടിയുണ്ടകളെ പോലും വകവയ്ക്കാതെ ഇന്ത്യൻ സൈന്യം കൊടുമുടികളുടെ മുകളിലെത്തി. ജൂലൈ 5 പുലർച്ചയോടുകൂടി ടൈഗർ ഹിൽ പൂർണ്ണമായും ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി. ജൂലൈ 7 ബറ്റാലിക് സെക്ടർ കൂടി പിടിച്ചെടുത്തോടുകൂടി കാർഗിൽ യുദ്ധത്തിന്റെ ഏകദേശം പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയുടെ കൈപ്പിടിയിലാവുകയാണ്. ഈ യുദ്ധം ജീവൻ പണയം വെച്ച് പോരാടിയ നിരവധി വീരജവാന്മാരുടെ കഥ കൂടിയാണ്. ക്യാപ്റ്റൻ വിക്രം ബത്ര, പരംവീർ ചക്ര. ഷേർഷാ എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും .5140, .4875 എന്നീ തന്ത്രപ്രധാനമായ 2 പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതിനുശേഷമുള്ള എദിൽ മാംഗെ മോർ എന്ന അദ്ദേഹത്തിൻ്റെ റേഡിയോ സന്ദേശം വളരെ പ്രശസ്തമാണ്. പരിക്കേറ്റ് സ്വന്തം സഹപ്രവർത്തകനെ രക്ഷിക്കുന്നതിനിടയിൽ അദ്ദേഹം ജൂലൈ 7 വീരമൃത്യു വരിച്ചു. അതിനുശേഷം ഈ പ്രദേശത്തെ ബത്ര ടോപ്പ് എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടത്. ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, പരംവീർ ചക്ര. നോട്ട് സ്റ്റെപ്പ് ബാക്ക് എന്ന് ആക്രോശിച്ച് പാകിസ്ഥാന്റെ ഓരോ ബങ്കറുകളും തിരിച്ചുപിടിച്ച ധീരജവാൻ. ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്, പരംവീർ ചക്ര. ശരീരത്തിൽ 15ഓളം വെടിയുണ്ടകൾ ഏറ്റിട്ടും ടൈഗർ ഹിൽ പിടിച്ചെടുക്കാൻ നേതൃത്വം വഹിച്ച വ്യക്തി. പരംവീർ ചക്ര നേടിയവരിൽ ഇന്നും ജീവനോടെയുള്ള ധീരജവാൻ. ഇവരെ പോലെ 527ഓളം സൈനികർ ഇന്ത്യൻ മണ്ണിന് വേണ്ടിയിട്ട് കാർഗിൽ യുദ്ധത്തിൽ ജീവൻ നൽകി. ഇന്ത്യ ഓരോ കൊടുമുടിയും തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്നതും അന്താരാഷ്ട്ര സമ്മർദ്ദവും പാകിസ്ഥാനെ ഈ യുദ്ധത്തിന് പിന്മാറാൻ നിർബന്ധിതരാക്കി. 1999 ജൂലൈ 26 ഇന്ത്യൻ സൈന്യം കാർഗിൽ യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ പൂർണ്ണമായും തുരത്തി. അന്ന് മുതൽ ജൂലൈ 26 കാർഗിൽ വിജയ ദിവസമായി നമ്മൾ ആചരിക്കുന്നു. Kargil was not the India's biggest war. It was not the longest either. But it proved that no heights are beyond the reach of an Indian soldier. That was its true legacy. Jai Hind.